ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം. അപ്പോൾ ഈ മുളക് തൈ ഏകദേശം ഒരു 2.5 വർഷം പ്രായമായത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം പോയിരുന്നു. പിന്നെയും ആ തൈയിൻ്റെ തണ്ട് ഞാൻ അവിടെ നിർത്തിയിരുന്നു. അപ്പോൾ അതിലിപ്പോൾ വീണ്ടും കുറച്ച് കായ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ എന്താ പറയുക, ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്ന പോലെ വേരിൽ കായ്ച്ച 2 ചക്കകൾ. ഇതാണ് നമ്മളെ ആ പ്ലാവിൻ്റെ ഹൈറ്റ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 60-70 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഗ്രോ ബാഗിൽ നമ്മൾ അടുക്കള വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് അതിലിങ്ങനെ കുറച്ച് മുളക് തൈ, വഴുതന, വെണ്ട തൈകളൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തിനുള്ള സാധനങ്ങളൊക്കെ പറിക്കാൻ കിട്ടും. പിന്നെ ഞാൻ വീട്ടിൽ നമ്മളെ വണ്ടിയുടെ ടയറുകളൊക്കെ ഇങ്ങനെ അവിടെ കിടന്ന് വെള്ളം നിറഞ്ഞിട്ട് കൊതുകിൻ്റെ പ്രശ്നമൊക്കെ വന്ന സമയത്ത് അതിൽ കുറച്ച് മണ്ണിട്ടിട്ട് അങ്ങനെ അതിലൊക്കെ കുറച്ച് തൈകളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റുകൾ നമുക്ക് ഒരു ഒഴിവാക്കലൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നമ്മളിതുപോലെ ഒരു ഗ്രോ ബാഗിൽ ഇട്ട് വെച്ച് കുറച്ച് മണ്ണിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് അതിൽ വല്ല എന്തെങ്കിലും ഒരു തൈ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരു 1-2 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവുകൾ ലഭിച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതാ കുറേ ഗ്രോ ബാഗിൽ നമ്മൾ സഹധർമ്മിണി ഇങ്ങനെ ഇട്ട് അടുക്കള വേസ്റ്റും അടുക്കള മാലിന്യങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് അതിൽ തൈകളും പറിച്ച് വെച്ചിട്ട് ഇങ്ങനെ എന്തായാലും അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കും കേട്ടോ.